എല്ലാവർക്കും ഷിനാസ് ടേസ്റ്റ് വേലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സാൽമൺ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് അതിനൊരു ചട്ടി വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഒന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനകത്തോട്ട് നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. തക്കാളി നന്നായിട്ട് പഴുത്ത തക്കാളി ആണെങ്കിൽ അതാണ് നല്ലത്. അപ്പം നന്നായിട്ട് പഴുത്തൊരു തക്കാളി നോക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അതിട്ട് കൊടുക്കുക. അതിനകത്തോട്ട് നമുക്ക് സ്പൈസിക്ക് വേണ്ടിയിട്ട് 2 പച്ചമുളകാണ് ഇടുന്നത്. സ്പൈസി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അത് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. അതിൻ്റെ കൂടെ നമുക്ക് 2 കഷ്ണം കുടംപുളി അതാണ് നമ്മളിടുന്നത്. നമ്മളിതിനകത്ത് ലാസ്റ്റ് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. അപ്പം അളവ് നോക്കിയിട്ട് വേണം. ഞാനിപ്പം എടുക്കുന്നത് 2 ചെറിയ കഷ്ണം കുടംപുളിയാണ്. അപ്പം വെള്ളം ഒഴിച്ചതിന് ശേഷം 2 ചെറിയ കഷ്ണം കുടംപുളിയും കൂടെ ഇട്ടിട്ട് വേണം നമുക്കിത് ഒരു മിക്സ് മൂടി വെച്ച് തിളച്ചതിന് ശേഷം തിളപ്പിച്ചെടുത്തോട്ട് ഫിഷ് ഇടേണ്ടത്. സാൽമൺ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഫിഷാണ്. നമുക്കതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഉപ്പ് സമയത്ത് നോക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വെള്ളം കുറവാണെങ്കിൽ വെള്ളം കൂടെ കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വയ്ക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് നന്നായിട്ട് അതിൻ്റെ നെയ്യെല്ലാം തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് നെയ്യെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ചെറിയ തീയിൽ വെച്ച് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സാൽമൺ റെഡി.